ഇനി നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു സെൻറ്റൻസ് മേക്കിങ്ങിൽ എന്താണ് ആസാൻ എന്ന് പഠിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കഠിൻ എന്നോ ടഫ് എന്നോ ഡിഫിക്കൽട്ട് എന്നോ പല രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഇംഗ്ലീഷ് വേർഡാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇനി മറ്റൊന്നുള്ളത് നമ്മൾ പഠിച്ചത് എന്താണ്? ഈ നമ്മുടെ സന്തോഷമാണ് അതല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എനിക്ക് വെറുപ്പാണെന്നാണ് കിട്ടേണ്ടത്. മേ നഫ്രത് കർത്താ ഹൂം. ക്യാ തും നഫ്രത് കർത്തേ ഹേ? നഫ്രത് കി ബാത് ഹേ. നഫ്രത് കേട്ടില്ല നിങ്ങൾ? നമ്മുടെ രാഹുൽജിയുടെ ഒരു വാക്കുണ്ടല്ലോ, എന്താണ്? പ്യാർ കെ നഫ്രത് കെ ബസാർ മേ महब्बत की दुकान खोलना है. അതാണ് നഫ്രത് കെ ബസാർ മേ മെഹബത്ത് കി ദുഖാൻ കോൽനാ ഹെ എന്ന് പറഞ്ഞ സൂപ്പർ വാക്കാണത്. അപ്പം നഫ്രത് കി ബസാർ മേ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഒരു വെറുപ്പിൻ്റെ ബസാർ സിറ്റിയിൽ അവിടെ എന്താകുന്നു? ഒരു മഹബത്ത് സ്നേഹത്തിൻ്റെ ഒരു ഷോപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതൊരു ഒരു പൊതുവേടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. മുझे अपने काम से, മുझे എനിക്ക്, അതിന് മലയാളം നോക്കാം നമുക്ക്. അതിന് മലയാളം ഇവിടെ ഉണ്ടാവുമല്ലോ. എനിക്ക് എൻ്റെ ജോലിയെ വെറുപ്പാണ്, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. എനിക്ക് മുझे എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കാം, അപ്നെ കാം സേ എൻ്റെ കാം വെറുപ്പാണ്. നോക്കാം നമുക്ക് എങ്ങനെ ഇവിടെ വരുന്നത് നോക്കാം നമുക്ക്. എങ്ങനെയാ പറഞ്ഞ്? मुझे अपने काम से नफरत है, काम से नफरत है. मुझे अपने काम से नफरत है. क्या नफरत की बात है भाई? ये क्या नफरत की बात नहीं, मोहब्बत की बात कर लीजिए. നഫ്രത് കെ ബാത് മത് കർണ. വെറുപ്പിൻ്റെ സംസാരം, വെറുപ്പിൻ്റെ ആശയം, നഫ്രത് കി പൈഗാം കി ബാരെ മേ. ഓക്കെ, അപ്പം മുझे अपने काम से नफरत है. അതൊക്കെ നിങ്ങൾ मुझे अपने काम से नफरत है, क्या नफरत करते हैं तुम എന്നൊക്കെ പറയാം. ഓക്കെ ആണോ? ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോയി നോക്കാം നമുക്ക്. അപ്പം ഇത് വിവിധങ്ങളായ വാക്കുകളിലേക്ക് നിങ്ങൾക്ക് എന്താണ് കൊണ്ടുപോകണം. നേരത്തെ നമ്മൾ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊരു വാക്കുകൾ നമുക്ക് പറയാം. എൻ്റെ ശമ്പളത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എൻ്റെ ശമ്പളത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. എങ്ങനെ പറയാം? മുझे अपनी तनख्वाह से, मुझे अपनी तनख्वाह से खुशी है. എനിക്ക് मैं अपने तनख्वाह से बहुत खुशी कर रहा हूँ. അങ്ങനെയൊക്കെ വിവിധ രീതിയിലേക്ക് കൊണ്ടുപോട്ടോ. എനിക്ക് എൻ്റെ ശമ്പളത്തിൽ വലിയ എന്തുണ്ട്? സന്തോഷമുണ്ട്. അപ്പം എന്താണ്? मुझे अपनी तनख्वाह से, अपने तनख्वाह എന്ന് പറഞ്ഞാൽ സ്വന്തം ശമ്പളം, എൻ്റെ ശമ്പളം, നമ്മുടെ ശമ്പളം എന്നൊക്കെ പറയുന്നത് അതാണ്. अपनी तनख्वाह से बहुत खुशी हैं. खुशी हैं, ये खुशी എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തുഷ്ടനാണ്. मैं बहुत खुशी में हूँ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ये खुशी की बात है. ഇത് സന്തോഷത്തിൻ്റെ വർത്താനാണ്. जो खुश खबरी सुनाइए എന്ന് പറയും. ഇപ്പം ഇവർ ഫോൺ ചെയ്യുമ്പം പറയും, ആ ജി खुश खबरी सुनाइए. खुश खबरी सुनाइए എന്ന് പറഞ്ഞാൽ നല്ല നല്ല വർത്താനം കേൾക്കട്ടെ എന്നാ. ഖുഷ് ഖബരി, ഗുഡ് ന്യൂസ്. എന്താണ് പറയാം? ആജ് ഏക്ക് ഖുഷ് ഖബരി ഹേ, ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ് പറയാം? ആജ് ഏക്ക് ഖുഷ് ഖബരി ഹേ, ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഖുഷ് ഖബരി, ഖുഷ്. അപ്പോൾ നമ്മൾ പറയും ഈ ഖുഷ് ഖബരി കി ബാത് ഹേ, ഇതൊരു ഗുഡ് ന്യൂസ് ആണ്, ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ ഗുഡ് ന്യൂസിന് ഖുഷ് ഖബരി, ഈ ഖുഷി മേ ഹേ, ആപ് ക്യാ ഹേ, ഇത്തന ഖുഷി മേ ഹേ എന്ന് പറയും. ഓക്കെ, बहुत धन्यवाद.